5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് ആ പ്രത്യേകത വെച്ചിട്ട് 5ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയേഴ്സ്, അതായത് വർഗ്ഗം എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് നമുക്ക് 15 സ്ക്വയർ, ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 15 സ്ക്വയർ, 25 സ്ക്വയർ, 35 സ്ക്വയർ എഴുതിയിട്ടുണ്ട്. എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? x+y ഹോൾ സ്ക്വയർ ഇക്വേഷൻ വെച്ചിട്ട് 10+5 എന്ന് 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 5നെ 20+5, 35നെ 30+5 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഇതിൻ്റെ സ്ക്വയർ നോക്കുകയാണെങ്കിൽ 15ൻ്റെ സ്ക്വയർ എന്താണ്? 225 ആണ് അല്ലേ? അതുപോലെ 25ൻ്റെ സ്ക്വയർ 625, 35ൻ്റെ സ്ക്വയർ 1225. നിങ്ങൾ ഈ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ 225 ആണെങ്കിലും 625 ആണെങ്കിലും 1225 ആണെങ്കിലും എന്തോ പ്രത്യേകത? ഈ ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്? ഒരു 25 വരുന്നുണ്ട്. കണ്ടോ? എല്ലാ നമ്പേഴ്സിലും എന്തുണ്ട്? ലാസ്റ്റ് ഒരു 25 വരുന്നുണ്ട്. നമുക്ക് 15 ഇത് 5ൽ എൻഡ് ചെയ്യുന്ന 3 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് എന്തുണ്ട്? ഒരു 25 ഉണ്ട്. കണ്ടോ? എല്ലാത്തിൻ്റെ ലാസ്റ്റ് 25 ആണ്. ആദ്യത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? 2 അല്ലേ? 15ൻ്റെ സ്ക്വയർ അല്ലേ ഇത്? 15ൻ്റെ സ്ക്വയർ എടുക്കുമ്പം നമ്മൾ ഈ 5ൻ്റെ സ്ക്വയർ ലാസ്റ്റ് കൊടുത്തേക്കുന്നു 25. ഇനി ഈ 2 എവിടെ നിന്ന് വന്നാൽ നോക്കാം. ഇതെന്താ? 1 അല്ലേ? ഈ 1ൻ്റെ തൊട്ടടുത്ത നമ്പർ, 1 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 2. 1 × 2 2 ആണ്. 2 ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈസി ട്രിക്കാണ് പറയുന്നത്. ഇനി 25ൻ്റെ സ്ക്വയർ ആണ് 625. നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് 25 കൊടുത്തു. ഈ 2ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3. 2 × 3. 2 × 3 എന്തുവാ? 6. 6 ആണ് ഈ കിടക്കണേ. മനസ്സിലായോ? ഇപ്പോൾ 35 ആകുമ്പം നമ്മൾ എന്ത് ചെയ്തു? 25 കൊടുത്തു. 3 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ 4. 3 × 4 12. അങ്ങനെ ആണെങ്കിൽ 45ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? നമുക്ക് ഡയറക്റ്റ് പറയാം. 45ൻ്റെ സ്ക്വയർ നമ്മൾ 25 കൊടുക്കുക. 25 കൊടുത്ത് ഇനി ഈ 4ൻ്റെ തൊട്ടടുത്ത നമ്പർ എന്താ? 5. 4 × 5 എത്രയാണ്? 20. ഈ 20 നമ്മളിവിടെ ഫ്രണ്ടിൽ കൊടുക്കുക. കണ്ടോ? 20 25. 45ൻ്റെ സ്ക്വയർ എന്താണ്? 20 25. ഇനി 55ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 55ൻ്റെ സ്ക്വയർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതേ ടെക്നിക്ക് വെച്ച്. ഇനി നമുക്കിതിനെ ഒന്ന് ജനറലായിട്ട് പറയാം. ഒരു ട്രിക്കായിട്ടല്ല പറഞ്ഞോളൂ. ഇതിനെ ജനറലായിട്ട് എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇപ്പം 15 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നേ? 10+5 എന്നല്ലേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. x+y ഹോൾ സ്ക്വയർ ഇട്ട് ചെയ്യുകയാണെങ്കിൽ 10+5 എന്നല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 25നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 20+5. ഇതിനെ തന്നെ എനിക്ക് 2 × 10+5 എന്ന് എഴുതാമല്ലോ. അങ്ങനെ കിടന്നോട്ടെ. ഇനി 35നെ ഇതുപോലെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 30+5 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? അതായത് 3 × 10+5. കണ്ടോ? 15 ആണെങ്കിൽ 1 × 10+5, 25 ആണെങ്കിൽ 2 × 10+5, 35 ആണെങ്കിൽ 3 × 10+5. 45നെ എങ്ങനെ എഴുതാം? 4 × 10+5. അന്നേരം 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ എനിക്ക് ജനറലായിട്ട് എന്തോ പറയാം? n × 10+5 എന്ന് എഴുതിക്കൂടെ? 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിനെ എനിക്ക് n × 10+5 എന്ന് എഴുതിക്കൂടെ? n-ന് 1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 1 × 10+5, അതായത് 15 കിട്ടും. n-ന് 2 കൊടുത്താൽ 2 × 10+5, അതായത് 25 കിട്ടും. n-ന് 3 കൊടുത്താൽ എനിക്ക് 35 കിട്ടും. 4 കൊടുത്താൽ 45 കിട്ടും. മനസ്സിലായോ? 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? n × 10+5 അല്ലെങ്കിൽ 10n+5 എന്ന് എഴുതാം. ഇനി അതിൻ്റെ സ്ക്വയർ ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ 10n+5 ഹോൾ സ്ക്വയർ എടുത്തേക്കുക. പഴയ ഇക്വേഷൻ x+y ഹോൾ സ്ക്വയർ വെച്ചിട്ട് എങ്ങനെ? x² + 2xy + y². അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടി? 10n ഹോൾ സ്ക്വയർ 100n² എന്ന് കിട്ടി. 10n ഹോൾ സ്ക്വയർ എന്തുവാ? 10² × n² ആണ്. അതുകൊണ്ടാണ് അതിനെ ഞാൻ 100n² എന്ന് എഴുതിയേക്കുന്നത്. ഇനി 2 × 10n × 5 എന്താണ്? 100n ആണ്, +25. 5² എന്താണ്? 25. ഇനി
ഈ ആദ്യത്തെ 2 ടേമിൽ എന്തുകൊണ്ട് ഒരു 100 ഉണ്ടല്ലേ, എനിക്ക് അതുകൊണ്ട് ഈ 100 കോമൺ എടുത്തൂടെ. ഈ 100 ഞാൻ കോമൺ എടുക്കുമ്പം ബാക്കി ഇവിടെ എന്തുകൊണ്ട് ഫസ്റ്റ് ടേമിൽ ഒരു n² ഉണ്ട്, സെക്കൻഡ് ടേമിൽ ഒരു n ഉണ്ട്. 100 × n² + n + 25. ഇനി ഈ 2 ടേമിൽ n ഇല്ലേ, ഈ 2 ടേമിൽ എന്തുണ്ട് n ഉണ്ട്. എനിക്ക് ഇതിലൊരു n കോമൺ എടുത്തൂടെ, ഇതിൽ നിന്ന് ഒരു n² നിന്ന് ഒരു n കോമൺ എടുക്കാം. ഇവിടെ ഈ n നിന്നും എനിക്ക് എന്ത് ചെയ്യാം, n കോമൺ എടുക്കാം. ഞാൻ ഇക്വേഷൻ തിരിച്ചെഴുതാം ആദ്യമേ. n² + n × 100 + 25. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു n കോമൺ എടുക്കുന്നു. n വെളിയിലെടുത്തു. n² അല്ലേ, n² എന്ന് വെച്ചാൽ എന്തുവാ, n × n. ഇതിൽ നിന്ന് ഒരു n പുറത്തെടുത്താൽ ബാക്കി എന്ത് കാണും, ഈ ഒരു n കാണത്തില്ലേ, അത് ഞാനിവിടെ എഴുതി. പ്ലസ് ഈ n എന്ന് പറഞ്ഞാൽ എനിക്ക് 1 × n എന്ന് എഴുതിക്കൂടെ. ഈ n ഞാൻ പുറത്തെടുത്തു, ബാക്കി അവിടെ എന്തോ കാണും, ഒരു 1 കാണും. ഒരു n² + n നിന്ന് n കോമൺ എടുക്കുമ്പോൾ അകത്ത് വേറെ എന്ത് കാണും, n + 1 കാണും. × 100 + 25. നമ്മൾ ജനറലായിട്ട് പറയുക എന്താണ്, 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ, n × n + 1 × 100 + 25. n × n + 1 × 100 + 25. n എന്തുവാ നോക്കാം. 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്, 10n + 5 എന്നുള്ള ടേമിൽ എഴുതണ്ടേ ഇതിനെ. അതായത് 1 × 10 + 5 എന്നല്ലേ എഴുതിക്കൊണ്ടിരുന്നേ. ഈ 1 ആയിരിക്കും ഇതിൻ്റെ n. മനസ്സിലായോ. 25 ആകുമ്പോഴോ, 25 ആകുമ്പോൾ എങ്ങനെ എഴുതിയേ, 2 × 10 + 5 അല്ലായിരുന്നോ. ഇവിടെ എന്താണ്, 2 ആണ് ഇവിടുത്തെ n. നിങ്ങളൊന്നും നോക്കണ്ട, ഇവിടെ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ 5 ഒഴിച്ച് ബാക്കിയുള്ള ടേം ആയിരിക്കും n. ഇവിടെ 25 അല്ലേ, 5 മാറ്റി നിർത്തിയ ബാക്കി ആരുണ്ട്, 2. ഇവിടെ 2 ആണ് n. മനസ്സിലായോ. 15ൻ്റെ സ്ക്വയർ എന്തായിരിക്കും, n × n + 1 × 100 + 25 എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. n ഇവിടെ എന്തുവാ, 1 ആണ് ഇവിടുത്തെ n. n × n + 1, അതായത് 1 + 1 2 × 100. എന്തുകൊണ്ട്, ഒരു +25 കൂടെ ഉണ്ട് അല്ലേ. ഇവിടെ എന്ത് കിട്ടും നമുക്ക് ആൻസർ, 1 × 2 2 ആണ്, 2 × 100 200. 200 + 25, അതായത് 225. അതുപോലെ 25ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം, 2 × ഇവിടെ n 2 അല്ലേ, n × n + 1 2 + 1 എന്താണ് 3 ആണ്, × 100 + 25. 2 × 3 6 അല്ലേ, 600 + 25 625 എന്ന് വരും. ഇത്രയും നോക്കാം, നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 35ൻ്റെ സ്ക്വയർ എന്ത് വരും അന്നേരം, ഇവിടെ n എത്ര ആണ്, 3 ആണ്. 3യുടെ തൊട്ടടുത്ത നമ്പർ 3 + 1 എന്താ 4. 3 × 4 എന്താണ് 12. 12 × 100 1200 എന്ന് വരത്തില്ലേ. നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, 2 0 ഇട്ട് കൊടുത്താൽ മതി. 1200 + 25. ആൻസർ എന്ത് വരും, എത്ര വരും, 1225 എന്ന് വരും. 1225 എന്ന് വരും. കണ്ടോ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞൊരു ട്രിക്ക് പറഞ്ഞില്ലായിരുന്നോ, അത് തന്നെ ഇത്. എന്തുവാ, 25 ആദ്യം എഴുതുക, 3 × 4 12, അത് കഴിഞ്ഞിട്ട് എഴുതുക. ഇനി 45ൻ്റെ സ്ക്വയർ എന്താ, 4 കഴിഞ്ഞിട്ട് n 4 അല്ലേ, 4 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാ 5. 4 × 5 20 20 × 100 2000 എന്ന് വരും. +25. ആൻസർ എന്ത് വരും, 2025 എന്ന് വരും. ക്ലിയർ ആയോ. ഈ ഒരു സെക്ഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് കമൻറ്റ് ചെയ്യണേ.